ഈ വീഡിയോനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഞാൻ മുകളിൽ ഒറ്റക്ക് ബാഗ് എടുത്ത് പോകുന്നു. അടിയിൽ ലല്ലു കാണിച്ചാ ഞാൻ അതൊക്കെ ടെറസിന്റെ മോളിൽ നോക്കേ. ഇതെന്ത് സംഭവം? മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ ആക്കാത്തെ മറ്റുള്ളവരുടെ കെട്ടിയവന്മാരുടെ കൂടെ തീർക്കാൻ മാത്രം നിനക്ക് വാപ്പ ഉള്ളോ? വാപ്പ അല്ല സോറി, തൻ്റെയുടെ ഉള്ളോ? നീയൊക്കെ ഇല്ലേടി? നിന്റെ ലൈഫ് നോക്കിക്കോ മോളെ. നശിച്ച് പണ്ടാരം അടങ്ങി അത്രയ്ക്ക് ഞാൻ പ്രാകുന്നുണ്ട്. ആർക്ക് വേണ്ടി? ഫസ്ബിന സാക്കിറിന് വേണ്ടി. ബിക്കോസ് ആരാണ് അപ്പുറത്തിരുന്ന് സംസാരിക്കുന്നത്? സഫ ആരാണ്? ഫസ്ബിനയുടെ കൂട്ടുകാരി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സഫ മെഹനാസ് യൂണിവേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. ചില ആളുകളുടെ കമന്റ് ഞാൻ കണ്ടിരുന്നു, ബിഗ് ബോസിന് ശേഷം ഇത്രയും വലിയൊരു എന്റർടൈൻമെന്റ് വന്നിരിക്കുന്ന യൂണിവേഴ്സ് അത് ഇത് തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഈ യൂണിവേഴ്സിലേക്ക് ഒന്നുകൂടെ പോയിട്ട് വരാം സുഹൃത്തുക്കളെ. ആൻഡ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു വീഡിയോ വളരെ ശ്രദ്ധാപൂർവ്വം അവസാനം വരെ കണ്ടിരിക്കുക. കാരണം അടുത്ത PSC എക്സാമിന് ഇവരുടെ ഈ ഒരു റൂട്ട് മാപ്പ് ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഇവിടെ എങ്ങനെയാണ് സഫ ഫസ്മിനെ പരിചയപ്പെട്ടതെന്നും പിന്നീട് എങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിന്നുവെന്നും അതിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സഫ ചെയ്തുവെന്നും പിന്നെ കുറച്ച് പരിപാടികൾ പിന്നീട് ലല്ലൂമ്പിയായിട്ട് എങ്ങനെ കണക്ട് ആയെന്നും പിന്നെ ഇവർ ഓടിപ്പോയതിൻ്റെ അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ അതിനകത്ത് സഫ വന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈവ് ഞാൻ നേരത്തെ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ തിരിച്ച് സഫയ്ക്ക് റിപ്ലൈ ചെയ്തിരുന്നു, റിഫേനെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിക്കുക, സത്യങ്ങൾ പുറത്തോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിട്ട്. അപ്പം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് പോയേക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം എന്ന് വെച്ചാൽ റിഫേനെ പറ്റിയിട്ട് ആ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി സഫ തന്നെയാണ്. കാര്യം ഇന്ന് സഫ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പം തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. ആ സത്യങ്ങൾ പുറത്തോട്ട് വരാനെ കൊണ്ട് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന ഒരാളും സഫ തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് പോയിട്ട് നോക്കുമ്പോൾ ദേണ്ടറ കിടക്കുന്നത് നേരെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ അടുത്ത സ്റ്റോറി ഫസ്മിനെ വെല്ലുവിളിച്ചോണ്ടൊരു സാധനം. ഇതിനകത്തുള്ളൊരു കോമഡി എന്ന് വെച്ചാൽ ഫസ്മിനെ ഒരു സൈഡിൽ കൂടെ ഈ പറയുന്ന സഫ വെല്ലുവിളിക്കും, ഫസ്മിനെ തെളിവ് സഹിതം വെച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എക്സ്പോസ് ചെയ്യും. ഇവിടെ വെല്ലുവിളി അപ്പുറത്ത് എക്സ്പോസ്, ഇവിടെ വെല്ലുവിളി അപ്പുറത്ത് എക്സ്പോസ്. അവസാനം ഈ സഫ ഓരോന്നും ഇങ്ങനെ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തെളിവ് സഹിതം ഇപ്പം ഫസ്മിന റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാണെങ്കിൽ ആദ്യം തന്നെ സഫയുടെ സ്വന്തം ചാനൽ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് സഫയും ലല്ലൂമ്പി ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞ CCTV വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റയിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാനിവിടെ സൈഡിലോട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ തംബ്നെയിൽ നിങ്ങൾ നോക്കണേ, CCTV ക്ലിപ്സ് ഓഫ് സഫ ആൻഡ് ഹെർ ലവർ എന്ന് പറഞ്ഞുകൊണ്ട് ലല്ലൂമ്പിയുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. സഫ ആൻഡ് ഹെർ ലവർ എന്ന് ഇങ്ങനെ തംബ്നെയിൽ കൊടുത്തേക്കുന്നത് സഫയുടെ സ്വന്തം ചാനലിൽ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോയ്ക്കകത്ത് സഫ തന്നെ കൊടുത്തേക്കാണ് സഫ ആൻഡ് ഹെർ ലവർ എന്ന്. ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് വെച്ചാൽ സഫ ആദ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ റൂമേഴ്സ് ആണ്. ആൻഡ് ഈ റൂമർ എന്ന് പറയുമ്പോൾ സ്വന്തം ഭർത്താവാണ് ഈ സാധനം അടിച്ചിറക്കിയത്. ഓക്കെ, ഭാര്യ ഇതുപോലെ ഒളിച്ചോടി പോയി ലല്ലൂമ്പിയുടെ കൂടാണെന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇപ്പം ഇതേ സഫ തന്നെ വന്ന് പറയുന്നു സഫ ആൻഡ് ഹെർ ലവർ. അപ്പം ലവർ ആണല്ലേ ലല്ലൂമ്പി. മൊത്തത്തിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. എന്താണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ സഫ പറയുന്നുണ്ട്. ആ ഒരു CCTV വിഷ്വൽസ് എന്നൊക്കെ പറയുന്ന സംഭവത്തിൻ്റെ നമുക്കൊന്ന് കേൾക്കാം. ഈ വീഡിയോനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഞാൻ മുകളിൽ ഒറ്റക്ക് ബാഗ് എടുത്ത് പോകുന്നു. അടിയിൽ ലല്ലു ഏതോ ഒരു കടയുടെ എന്തിന്റെ ഒരു ഗ്രില്ലിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒറ്റക്ക് നിൽക്കുന്ന ഒരു വീഡിയോ. രണ്ടും ഒരു കൊളാശ് പോലെയാണ് ഇട്ടിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴേ എനിക്ക് നല്ല ഡൗട്ട് തോന്നി. കാരണം മേനുവിന്റെ കുറച്ച് സ്പൈ പിള്ളേർ ഈ പരിസരത്ത് ചുറ്റി നടക്കുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് തൊട്ടേ ആ പിള്ളേരെ നല്ല ഡൗട്ട് ഉണ്ട്. ആ പിള്ളേരെ എന്തെങ്കിലും മിണ്ടാനും വരാറുണ്ട്, എന്റെ ഇടയ്ക്ക് അന്വേഷിക്കാനും വരാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ നല്ല സംശയമുണ്ട്. ഒരു ചെറിയ പയ്യൻ ഇപ്പൊ 5-5ാം ക്ലാസ്സിലോ അങ്ങനെ എന്തോ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത്. അപ്പൊ എനിക്ക് ആ പരിസരം കണ്ടപ്പോഴും ആ പിള്ളേര് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ സംഭവം ആ ബാഗ് ഞാൻ എടുക്കുന്ന സിറ്റുവേഷൻ എന്താന്ന് വെച്ചെങ്കിൽ ആ സിറ്റുവേഷൻ എന്താന്ന് വെച്ചെങ്കിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഡോറിന്റെ ലോക്ക് പൊട്ടിയിട്ടാണുള്ളത്. ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ ലോക്ക്. ഞാൻ ജസ്റ്റ് വേണ്ടി ഒരു ഫോട്ടോ അവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. അപ്പൊ ഞാൻ ഡോർ തുറക്കുമ്പോൾ ഡോർ നല്ല ടൈറ്റ് ആയിട്ടുണ്ടായി. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, അതിൻ്റെ ഉള്ള ആരെങ്കിലും ഉണ്ടാവും. എനിക്ക് കയറാനൊരു ധൈര്യമില്ല, അത്രയ്ക്ക് ഞാൻ ലൈഫിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ നിന്ന് സാറുമാരായിട്ട് വന്ന് അവര് നല്ല ടൈറ്റിൽ അവർ ഉന്തിയിട്ട് പോലും ഡോർ തുറക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെയാണ് സംഭവം മനസ്സിലായത്. ഒരു മിനിറ്റ് കുട്ടി. അപ്പൊ പിന്നെയാണ് സംഭവം എന്താ പറഞ്ഞ കുറ്റി. അപ്പൊ സാറുമാര് കുറ്റി ചവിട്ടി പൊട്ടിച്ചപ്പോ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ലോക്ക് തല്ലി പൊട്ടിക്കാവുന്ന ഒരു ടൈറ്റില് അടി നല്ല ടൈറ്റ് ആയിട്ടുണ്ടായി. അപ്പൊ ആ സാറുമാര് വന്ന് നോക്കി. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഫുള്ള് വലിച്ചു വാരിയിട്ടാണ് ഉണ്ടായത്. ഫുള്ള് അലങ്കോലം, ഫുള്ള് ഷോക്കായിട്ടുള്ള. ഞാൻ വീഡിയോ മുന്നിട്ടപ്പോ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്രയ്ക്ക് പോറായിട്ടാണ് എന്റെ വീട്. ഫ്ലാറ്റ് മേനും
ഇട്ട് വെച്ചത്. അതിന് കുറെ കാരണങ്ങളുണ്ട്. ഞാൻ എന്തായാലും വേറെ വീഡിയോ ആയിട്ട് വരാം. ഇപ്പൊ ഇത് എനിക്ക് ബോധിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതായിട്ട് വന്നതാണ്. എന്നിട്ട് പോലീസുകാർ വന്നു, അവരിത് തുറന്നു പോയി. എന്റെ അടുത്ത് പറഞ്ഞ ഒറ്റയ്ക്ക് നിൽക്കുന്ന റിസ്ക് ആണ്, കുട്ടീനെ കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന റിസ്ക് ആണ്, കാരണം ലോക്ക് ഇമാതിരി തല്ലി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആണെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അന്ന് പോലീസുകാർ വന്ന് താഴത്ത് പോയിട്ട് കുറച്ച് അയൽക്കാരും കൂട്ടങ്ങളും വന്ന് അവിടെ നിന്ന് സംസാരിച്ച സമയത്ത് മാനുവലീസ് പൈപ്പ് പിള്ളേർ അവിടെ ഉണ്ട്. അവരിങ്ങനെ നമ്മളെ നോക്കുന്നുണ്ട്. എന്നിട്ട് പിള്ളേരടുത്ത് അടക്കം ഇങ്ങനെ ചോദിക്കുന്നു, ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചപ്പോ നാട്ടുകാർ പറഞ്ഞു ഇന്ന ആളാണ് ഇവിടെ താമസിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പേടി നമ്മളൊന്ന് വിളിച്ചാൽ മതി, കോൺടാക്ട് നമ്പർ തരാന്നൊക്കെ പറഞ്ഞ അയൽവാസികൾ പറഞ്ഞു. പോലീസുകാരൻ പറഞ്ഞു കുട്ടിയായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന റിസ്ക് ആണ്, പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് പോലീസുകാർ പോയി. അപ്പൊ എന്റെ കൂടെ എന്റെ ഊബർ ഡ്രൈവറും ഉണ്ട്. അപ്പൊ പുള്ളി കുട്ടീനെ വിളിച്ച് ഞാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ബാഗ് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വണ്ടിയിലേക്ക് വരുന്ന ഒരു വീഡിയോ ആണ്. അതിന്റെ മുകളിലുള്ള ഒരു വീഡിയോ, ഞാൻ ബാഗ് എടുക്കുന്നു, നോർമലി അങ്ങനെ പോകുന്നു, ആ ഒരു വീഡിയോ ആണ് അവിടെ. ലല്ലുവിന്റെ അടിയത്തെ വീഡിയോ എന്താ സംഭവം എനിക്ക് അറിയത്തില്ല. ഇത് ഇവർ ഒരുമിച്ചുള്ള വീഡിയോ അല്ല, സംഭവം ഫേക്ക് ആണെന്നുള്ള സാധനമാണ് ഇവിടെ സഫ പറഞ്ഞേക്കുന്നത്. എടീ ഇതേ സഫ തന്നെയല്ലേ തബ്ദീലി കൊണ്ടിട്ടിട്ട് സഫ ആൻഡ് ഹെർ ലവർ എന്ന് പറഞ്ഞ് ലല്ലുമ്പയുടെ ഫോട്ടോയും കൊടുത്തിട്ടേക്കുന്നത്. എന്നാണെങ്കിലും ഈ പരിപാടി ചെയ്തേക്കുന്ന മെഹനാസിന്റെ കാഞ്ഞ ബുദ്ധിയാണ്. ഈ പിള്ളേർ ഈ വീഡിയോ എടുത്തേക്കുന്ന പിള്ളേരുടെ അടുത്ത് പോയിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ കൂടെ അതുകൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതുകൂടെ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. നിന്റെ അടുത്ത് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എനിക്കറിയാമായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് കത്തിയത് നീ തന്നെയാണ് എടുത്ത് വെച്ചത്. നീ നേരത്തെ നീ എന്റെ അടുത്ത് വന്നിട്ട് ടെറസിന്റെ മോള് വ്യൂ ഉണ്ടോ നോക്കിയതാ? ഞാൻ നോക്കട്ടെ നിനക്ക് റീച്ച് ആവണമെന്നല്ലേ പറഞ്ഞേ? റീച്ച് ആവണമെന്നല്ല നീ പറഞ്ഞു. നിന്റെ അമ്മേനെ ഞാൻ കാണട്ടെ? നിന്റെ വീട് എവിടെ? ഞാൻ വന്നിട്ട് കാണിച്ചാരാ ഞാൻ. അതൊക്കെ ടെറസിന്റെ മോളിൽ നോക്കേ. ഇതെന്ത് സംഭവം? ഇത് ഞാൻ ഒറ്റക്ക് വന്ന് കാറിന്ന് ബാഗ് എടുക്കണത്. അന്ന് പോലീസുകാര് വന്ന് വാതിലൊക്കെ ഇത് ആര് പറഞ്ഞിട്ട് വീഡിയോ എടുത്തത്? അലീം എന്തിനെന്ന് പറഞ്ഞ? അവളുടെ വീട് എവിടെ? ഞാൻ വരാം. നിനക്ക് റീച്ച് ആവണോ അല്ലേ? നീ കരയല്ല. ഞാൻ നിന്റെ അമ്മേനെ ഞാൻ കാണുന്നുണ്ട്. എന്റെ ജീവിതം വെച്ചല്ലേ കളിക്കണേ. ഇതിലെവിടെ ലല്ലു ഉള്ളത് കൂടാ? ലല്ലു എവിടെ എന്റെ കൂടെ ഉള്ളത്? നിനക്കൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റയിൽ ഇപ്പൊ പരന്ന് നടക്കണ വീഡിയോ ഞാൻ നിനക്ക് കാണിച്ചു തരാ. നിങ്ങ ഈ തമാശക്ക് ചെയ്യണ കളിയില്ലേ? ആണല്ലേ? നിനക്ക് അങ്ങനെ നിന്റെ അമ്മേനെ കണ്ട നിനക്ക് എത്ര പ്രായമുള്ളത്? കാണിച്ചരാടാ, കാണിച്ചരാ. എനിക്ക് ഞാൻ ചെയ്ത കാണിച്ചരാ നിനക്ക്. നിങ്ങൾ തമാശക്ക് കളിക്കണ കളിയില്ലേ, ഒരാളുടെ ലൈഫിനെ വെച്ചിട്ടുള്ള കളിയാന്ന് വിചാരിച്ചു നോക്കണം. ഞാൻ ചെയ്തരാ. വെറുതെ ഒന്നും ഞാൻ നിന്നെ വിളിപ്പിക്കൂലോ. ആ അറിയാലോ നിനക്ക്. നീ ഒന്നും ചെയ്യണ്ടടാ. നോക്ക് ഈ വീഡിയോ നീ നോക്ക്. സഫയുടെ കാമുകന്റെ കൂടെ CCTV പുറത്ത്. ഇതിലെവിടെ എന്റെ കൂടെ ലല്ലു ഉള്ളത്? അടിയില് വേറെ വീഡിയോയില് ലല്ലു നിൽക്കുന്നു. അടിയില് വേറെ വീഡിയോയില് ലല്ലു, ഇതിന്റെ മുകളിൽ ഞാന്. ഇതെന്ത് സംഭവം? ആ കൂപ്പരി പിള്ളേരെ കാണിച്ച പരിപാടി. ഈ പിള്ളേർക്കൊന്നും വേറെ പരിപാടി ഇല്ലയോടി. എന്നാലും എന്നെ മെഹനാസായി, പിള്ളേർക്ക് എങ്ങനെ ഇത് ആഴ്ചക്കൂലിയോ ദിവസക്കൂലിയോ അതോ മാസക്കൂലിയാണോ നിങ്ങൾ കൊടുക്കുന്നത്? ആ പിള്ളേർ, ഈ കൂപ്പരി പിള്ളേർ കാണിച്ചു വെച്ചേക്കുന്ന പരിപാടിയാണ് ഇത്. അങ്ങനെ ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തപ്പോഴത്തേക്കിന് ലല്ലുമ്പി എവിടെയോ ഉള്ള ആ ഒരു സാധനം കൂടെ വെച്ച് കൊളാഷ് ചെയ്ത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. അതാണ് ഇതിനകത്ത് ശരിക്കും സംഭവിച്ചേക്കുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ പോലും സഫ ആൻഡ് ഹെർ ലവർ എന്ന് പറഞ്ഞ് ലല്ലുമ്പിയുടെ ഫോട്ടോയും കൊടുത്തിട്ട് അങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പറയുമ്പോൾ പോലും ഒരു ലൈവിൽ ലല്ലുമ്പി വന്നപ്പോൾ തൊട്ടിപ്പുറത്ത് സഫ ഉണ്ടായിരുന്നു, പെട്ടെന്ന് അവിടെ എൻഡ് ആയി പോകുന്നുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സഫ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ആദ്യത്തെ ഈ ഒരു യൂണിവേഴ്സിൻ്റെ ഈ ഒരു ഭാഗത്ത് എന്താണെങ്കിലും സ്കോർ ചെയ്തേക്കുന്നത് മെഹനാസ് വീസ് സഫ. ഈ ഒരു പരിപാടിയിൽ സ്കോർ ചെയ്തേക്കുന്നത് തീർച്ചയായിട്ടും അത് സഫ തന്നെയാണ്. മെഹനാസിന് പോയിന്റ് ഒന്നുമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഫസ്മിന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സഫേനെ എക്സ്പോസ് ചെയ്തുകൊണ്ട്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സംഭവങ്ങൾ തന്നെ. അതായത് ഈ പറയുന്ന സഫ ഈ പറയുന്ന ക്യാപ് കട്ട് ഇതിൻ്റെ എഡിറ്റ് ഒക്കെ ചെയ്യുന്നതിൻ്റെ സംഭവങ്ങളൊക്കെ ചോദിച്ചാണ് ഫസ്മിനെ പരിചയപ്പെടാതിന് ശേഷം ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നു. അതിനുശേഷം മിസ്രിയ അവരോടുള്ള ഈ പറയുന്ന കലിപ്പ് കാണിക്കുന്നത് ഒക്കെ നമുക്ക് കേൾക്കാം. എന്താണെങ്കിൽ ഇവിടെ ഇനി അങ്ങോട്ട് സ്കോർ ചെയ്യുന്നത് ഫസ്മിനെയാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു സഫയ്ക്ക്. സഫയാണെങ്കിൽ ഫസ്മിന ഫസ്റ്റ് ആ ഒരു പോള് ഇൻസ്റ്റയിൽ ഇട്ടപ്പോഴത്തേക്കിന്
ഈ സഫയുടെ ഈ പറഞ്ഞ ചാറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നു പറഞ്ഞപ്പോഴത്തേക്കിന് പോളിൽ നോ എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തിട്ട് എന്നിട്ട് ഈ പറയുന്ന സഫ തന്നെ പിന്നീട് ഒരു വീഡിയോ ഇടുകയാണ്. അതെൻ്റെ ഇഷ്ടമാണ്, നോ പറയണോ എസ് പറയണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ അത് പറയുക മാത്രമല്ല കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കതൂടെ കേൾക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഇടുമെന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇന്നലെ ഇടാൻ വെച്ച വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും എന്നെ സൈബറിൽ നിന്ന് കുറെ പേര് വിളിച്ചു. സൈബർ ക്രൈം, സൈബർ ആലുവ SI, പിന്നെ പോലീസ് സ്റ്റേഷൻ SI, CA ആരൊക്കെയോ എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു കുട്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ലൈക്ക് കുട്ടി മരിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ വീഡിയോ ഇടുവാണെങ്കിൽ. അപ്പം ഈ യുവതി 20K ഒരു അക്കൗണ്ട് ഇപ്പം പടച്ചുയർത്തിയിട്ടുണ്ട്. എന്നെ പറ്റി കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരിക്ക് അയച്ച ചാറ്റ് അതിലിട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് പുള്ളിക്കാരിക്ക് ഞാനൊരു വീഡിയോ ഇടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് പെട്ടെന്ന് തോരാ ടു ഗോ ആൻഡ് ഡൈ. വൈ? എന്തിന്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഈ പേടിക്കുന്നത്? ഒരാൾ വീഡിയോ ഇടുന്ന് പറയുമ്പോൾ ഇത്ര പേടി എന്തിനാണ് സഫ? എന്തിനാണ് ഈ സൈബറിലൊക്കെ വിളിച്ചിട്ട് ഇത്ര സീൻ ഉണ്ടാക്കുന്നത്? അതാണ്. പിന്നെ ഈ ഫസ്മിനേന്റെ ഒരു ഈ പറഞ്ഞ ചാറ്റ് കാര്യങ്ങളൊക്കെ ഇതുപോലെ സഫ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. സഫയാണ് ഫസ്റ്റ് ഇതുപോലെ ചാറ്റ് പുറത്തു വിട്ടേക്കുന്നത്. ഫസ്മിനെ ഇങ്ങനെ ഈ വെല്ലുവിളി വന്നപ്പോഴത്തേക്കിനെ ഫസ്മിനെ പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ മോളെ പുറത്തു വിടും എന്നുള്ള രീതിയിൽ. അപ്പോൾ ആദ്യം തന്നെ സഫ ഒരു സാധനം പുറത്തിട്ടുണ്ട്, ഞാനിവിടെ സൈഡിൽ വെക്കാം, നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. അപ്പം ഇതിനകത്ത് ഫസ്മിനെ പറഞ്ഞതിൽ മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഫ ഇങ്ങനെ ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കിന് ഫസ്മിനയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇതല്ല ഇതിനപ്പുറമാണെങ്കിലും പറയാം, അത് സ്വാഭാവികമാണ്. കാര്യം സഫ അപ്പുറത്ത് ചെയ്തേക്കുന്ന കാര്യങ്ങൾ അതുപോലത്തെയാണ്. പിന്നെ സഫ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, ഇത് ചോദിച്ചു വാങ്ങി എന്നുള്ളത് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. കാര്യം ഇപ്പം 4 ശുഖ ഇവിടെ ഒളിക്കാനോ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആവുന്നൊക്കെ പേടിയൊക്കെ ഉള്ള സാധനങ്ങൾ ഇപ്പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആവശ്യമില്ലാതെ ഈ വെല്ലുവിളിക്കും കാര്യങ്ങൾക്കൊക്കെ ഈ പോകുന്നത്? കാര്യം ഇവിടെ ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ച് മാസം കാണിച്ച് വെല്ലുവിളിക്കുന്നു, തൊട്ടപ്പുറത്തുനിന്ന് ഫസ്മിനെ എക്സ്പോസ് ചെയ്ത് വിടുന്നു വിത്ത് എവിഡൻസോട് കൂടി തന്നെ. ഇത് പറയുമ്പോൾ ഇത് ഫസ്മിനെ മാത്രമല്ല, ഇത് ഓൾറെഡി സഫേനെ എക്സ്പോസ് ചെയ്ത് മറ്റൊരു വീഡിയോ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ നേരത്തെ പറഞ്ഞേക്കുന്ന ഇവർ ഒരുമിച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേക്കുന്ന ആ ഒരു വീഡിയോ വന്നേക്കുന്ന പ്രൊഫൈലിൽ തന്നെ സഫയുടെ വേറൊരു വോയിസ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതോടെ അങ്ങോട്ട് വെക്കാം. നീ നിന്റെ കെട്ടിയവനെ ഇത്ര സ്വപ്നം കണ്ടുണ്ടാവില്ലല്ലോ. ഇല്ലടാ, സെറ്റായിട്ടില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഒരു 2-3 ആഴ്ചയും കൂടെ ഉള്ളൂ. മിക്കവാറും പുതുക്കേണ്ടി വരും. കാരണം ഇപ്പം നോമ്പിന് വന്നതല്ലേ, ഇനിയിപ്പോൾ റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ കുറവായിരിക്കും. വരുന്നുണ്ട്, പക്ഷെ സാലറി ഭയങ്കര കുറവാണ്. അതന്നെ രസം. കെട്ടിയവനെ സ്വപ്നത്തിൽ കാണാറൊന്നുമില്ല. ഞാൻ 2 എണ്ണം എപ്പോഴും ഉണ്ടാവും. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ആ റിപ്ലൈ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഭാഗങ്ങൾ ഞാൻ ഇങ്ങോട്ട് വെക്കുന്നില്ല. കാര്യം കുറച്ച് സിനിമയുടെ ഡയലോഗൊക്കെ കയറിയിട്ട് വരുന്ന കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, അതായത് സ്വന്തം ഭർത്താവിനെയല്ല ഈ പറയുന്ന 2 ആൾക്കാരെയാണ് സ്വപ്നം കാണുന്നതൊക്കെ പറയുമ്പോഴത്തേക്കിന് ഒരേക്കും എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞ് സഫ പിടിച്ചിരിക്കുക. കാര്യം എന്ന് വെച്ചാൽ നാണക്കേടാണ്ട്രേ. സീരിയസ്ലി ഇതുപോലെ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് നാണക്കേടിനുള്ള വഴി നിങ്ങളായിട്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പല ആൾക്കാരും ഓരോന്നൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇടുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് നാണക്കേടാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫസ്മിന ഇതിനകത്ത് കുറച്ച് ചാറ്റ് ഈ പറയുന്ന സഫയായിട്ട് ചെയ്യുന്ന ചാറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ വെക്കുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചുരുക്കി കുറച്ച് സംഭവങ്ങൾ ഇങ്ങോട്ട് വെക്കാം. ആദ്യം തന്നെ ഈ പറയുന്ന ഫസ്മിനായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഈ ക്യാപ് കട്ടിലാണോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ടോക്ക് കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം ഈ ലല്ലൂംബി ഫസ്മിന ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു ടൈമിൽ എങ്ങനെയാണ് സഫ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് കേൾക്കാം. എടാ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പേഴ്സണലി വല്ല ഫൈറ്റ് ഉണ്ടെങ്കിൽ അത് പുറത്തറിയരുത് കേട്ടോ. കാരണം എന്തെങ്കിലും കിട്ടാൻ കാത്തു നിൽക്കുകയാണ് കുറേ എണ്ണങ്ങൾ. എനിക്ക് അനുഭവം ഉള്ളതാണ്. പിന്നെ പാർട്ട്നേഴ്സ് ആകുമ്പോൾ ചെറിയ കശവിശമൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. ഞാൻ പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ അക്സെപ്റ്റ് ആക്കിയേക്കാം, അല്ലെങ്കിൽ വിട്ടേക്കും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നീ എന്താ അങ്ങനെ പറഞ്ഞേ? യൂട്യൂബിൽ നിന്റെ ഷോർട്സ് വന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിച്ചുള്ള വീഡിയോസ് ഇട്ടതല്ലേ, പിന്നെ നിങ്ങൾ അൺഫോളോ ആക്കുന്ന കൊളാബ് കളയുന്നത്, അതൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്കറിയാം, ഇൻഷാല്ലാ റെഡിയാവും. ഒരു കൂട്ടുകാരിയോട് കൊടുക്കേണ്ട ഉപദേശം തന്നെയാണ്. ശരിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഉപദേശം. എന്തായാലും ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, പാർട്ട്നേഴ്സ് ആകുമ്പോൾ ചെറിയ കശവിശം ഉണ്ടാവുമെന്ന് അവൾ തന്നെ പറഞ്ഞിട്ട് പാർട്ട്ണറിനെ കൊണ്ട് അവളങ്ങ് പോയി. മാക്സിമം പറഞ്ഞ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കട്ടാ. ലൈഫ് നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റും, പക്ഷെ അത് നമ്മളത് ടൈറ്റാക്കി പിടിക്കണമെങ്കിൽ കുറച്ച് പാടാം. മാക്സിമം നോക്ക്, നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് 2 ആളും കൂടി മനസ്സിലാക്കിയിട്ട് ഹാപ്പി ആയിട്ട് വാ. ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നൊരു വ്യക്തി. ഞാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങോട്ട് വെച്ചിട്ടുള്ളത്, അത് ഫസ്മിനയുടെ വീഡിയോ നിങ്ങൾ പോയി മുഴുവനായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് എടി നീ ഒരു പ്രശ്നമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് ഈ പരിപാടി കാണിച്ചേക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട്
ഇവർക്കിടയിൽ ഈ പ്രശ്നം, അതായത് ഫസ്മിനെ ലല്ലൂമ്പിക്കിടയിലോട്ട് മിസ്രിയ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ലല്ലൂമ്പിക്ക് ഒരു ബന്ധം ഉണ്ടാവുകയും അതിനുശേഷമുള്ള ഈ ഇവർ പിരിയുന്ന തരത്തിലുള്ള ഒരു കാരണമായിട്ട് കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആവുന്നത്. അപ്പോൾ ഈ മിസ്രിയനെ ഫസ്മിന മുമ്പ് ഓൾറെഡി എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ മിസ്രിയനോട് ഭയങ്കര കലിപ്പായിരുന്നു ഈ പറയുന്ന സഫയ്ക്ക്. അപ്പം മിസ്രിയയ്ക്ക് അങ്ങോട്ട് ഈ പറയുന്ന സഫ ഫസ്മിനയോട് പോലും, ഫസ്മിനെ പറഞ്ഞിട്ടല്ല, സഫയ്ക്ക് സ്വയം തോന്നിയിട്ട് മിസ്രിയയ്ക്ക് അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ ചാറ്റ് കൂടെ ഫസ്മിനയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ കേൾക്കാം. മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ ആക്കാത്ത മറ്റുള്ളവരുടെ കെട്ടിയവന്മാരുടെ കൂടെ തീർക്കാൻ മാത്രം നിനക്ക് തൻ്റെ ഉള്ളോ? നീയൊക്കെ ഇല്ലേടി, നിന്റെ ലൈഫ് നോക്കിക്കോ മോളെ, നശിച്ച് പണ്ടാരം അടങ്ങി അത്രയ്ക്ക് ഞാൻ പ്രാകുന്നുണ്ട്. ആർക്ക് വേണ്ടി? ഫസ്മിന സാക്കിറിന് വേണ്ടി. ബിക്കോസ് ആരാണ് അപ്പുറത്തിരുന്ന് സംസാരിക്കുന്നത്? സഫ ആരാണ്? ഫസ്മിനയുടെ കൂട്ടുകാരി. ഫസിയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഞങ്ങൾക്ക് ഇത്ര പൊളിയുന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും? പുന്നാര, നിനക്കൊക്കെ നിന്റെ വിലാസം പുറത്ത് വരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് എനിക്ക് സഫയോട് പറയാനുള്ളത്. സഫയുടെ എല്ലാ ലീലാവിലാസങ്ങളും അടുത്ത വീഡിയോയിൽ പുറത്ത് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. സോ ഇത്രയും കാര്യങ്ങളൊക്കെ സഫ എനിക്ക് അയച്ചു തന്നു, മിസ് ആയിട്ടുള്ള ചാറ്റ്. അത് കഴിഞ്ഞ് അവൾ പറയാണ്, മോളെ എൻ്റെ ക്ഷമ നശിച്ചു, നിനക്ക് അവളെ കൊല്ലാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ കൂടെ നിൽക്കാൻ വേണമെങ്കിൽ. ശവം, അവളുടെ അവസ്ഥ മനസ്സിലാക്കണം പോലും. അവളുടെ എന്ത് അവസ്ഥ മറ്റുള്ളവരുടെ കെട്ടിയവന്മാരുടെ അടുത്ത് അതാണ്, ക്രൈം പാർട്ണർ ആവാൻ പോലും സഫ ഇവിടെ തയ്യാറായിരുന്നു സുഹൃത്തുക്കളെ. തീർത്ത് കളയണം, ഐ ആം റെഡി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സഫ. ഇങ്ങനെ പലർക്കും ഉണ്ടാവും ഇങ്ങനത്തെ ചില സുഹൃത്തുക്കൾ, ഇങ്ങനെ സ്നേഹിക്കിൻ്റെ പരിപാടി കാണിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ. ഇങ്ങനെ മുന്നിൽ നിന്ന് ഇങ്ങനെ ചിരിച്ച് കാണിച്ചിട്ട് ബാക്കിൽ നിന്ന് ഒരൊറ്റ കൊത്താണ്, നമ്മൾ പോലും അറിയത്തില്ലടി എന്നാണെങ്കിലും. അത് ലല്ലൂമ്പിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ശക്തമായിട്ടും അറിയുന്നൊരു വ്യക്തിയായിരുന്നു സഫ. ആ സഫ ലല്ലൂമ്പി കിടിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലല്ലൂമ്പി എന്തായാലും ഫസ്മിനെ പോയതോടെ ലല്ലൂമ്പി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ലല്ലൂമ്പിനെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെ ഒരു ലല്ലൂമ്പിനെ ഭയങ്കര കിടിലുമായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സഫ. എന്നാലും എൻ്റെ ലല്ലൂമ്പി ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവര് ലല്ലൂമ്പിയും സഫയും എങ്ങനെയാണ് ജോയിൻ ആവുന്നത് എന്നുള്ളത്, അതായത് ഈ സഫ ഈ ഒരു തംബ്നെയിലിൽ ഇട്ടതുപോലെ സഫയുടെ ലവർ എന്നൊക്കെ പറയുന്നത്, ഇത് ഇവരെ എങ്ങനെ കണക്ട് ആയി എന്നുള്ള സാധനം ഫസ്മിന് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് അതോടൊന്ന് കേൾക്കാം. സംഭവം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ അടുത്തൊരു സ്റ്റോറി ഇട്ടായിരുന്നു. അതായത് ലല്ലു സ്നാപ്പ് തുടങ്ങി, പുതിയ സ്നാപ്പ് തുടങ്ങി, പഴയ സ്നാപ്പ് ഡിലീറ്റ് ചെയ്തു. കാരണം പഴയ സ്നാപ്പിലാണ് കുറേ പെമ്പിളായിട്ട് മോശം ചാറ്റല്ല. അപ്പോൾ അത് പൊക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ കേസ് കൊടുത്ത ടൈമിൽ ഫോൺ എങ്ങാനും പോലീസ് എടുക്കുമെന്ന് വിചാരിച്ചിട്ട് അവൻ എന്താക്കി, അവൻ പുതിയ സ്നാപ്പ് തുടങ്ങി. അപ്പോൾ ഞാൻ അത് സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പം അയച്ച മെസ്സേജാണ് ഇത്. സഫ എനിക്ക് അയച്ച മെസ്സേജ്, ഞാൻ അയച്ച മെസ്സേജ്. ആടി പഴയതൊക്കെ ഡിലീറ്റ് ചെയ്ത് പുതിയ നല്ലൊരു സ്നാപ്പൊക്കെ തുടങ്ങി വന്ന് പുതിയ പെമ്പിള്ളേരെ കണ്ടുപിടിക്കാനാവും. ഞാൻ സ്നാപ്പ് ഈ അടുത്ത് എടുത്തിട്ടുണ്ട്, പക്ഷെ എൻ്റെ പേരാ കിടക്കണം. പേര് വേറെ ഇറങ്ങി ഒന്ന് ചാറ്റ് ചെയ്ത് നോക്കായിരുന്നു, റിപ്ലൈ വരുമോന്ന്. ഉറപ്പായിട്ട് റിപ്ലൈ വരും, ഉറപ്പായിട്ട് വന്ന് എനിക്ക് റിപ്ലൈ വരും. നീ വേറെ സ്നാപ്പ് ഇതാക്കിയാൽ മതി, അല്ലെ പേര് മാറ്റി ഇതാക്കി നോക്കിയാലും ഉറപ്പായിട്ട് റിപ്ലൈ വരും. പേര് മാറ്റിയിട്ട് ഒന്ന് നോക്കി നോക്കായിരുന്നു. നീ പിന്നെ കൊച്ചിക്ക് വന്നിട്ടില്ലേ? ഇത് 2 നവംബറിൽ നടക്കുന്ന സംഭവമാണ്. ഇത് അവളായിട്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാണ് അവന് സ്നാപ്പിൽ മെസ്സേജ് നോക്കട്ടെ. അപ്പോൾ ഞാൻ അവളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയോ അതാക്കി കഴുത്തി പിടിച്ച് ചെയ്യിപ്പിക്കുകയോ ഒന്നുമല്ല. അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവൾ സ്നാപ്പിൽ ഷിബിലിക്ക് മെസ്സേജ് അയക്കാൻ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതവിടെ വിട്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവൾ പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ കേൾപ്പിച്ചുതരാം. ആ കൊച്ചിക്ക് വരുമ്പോൾ ഞാൻ നിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. കൊച്ചിക്ക് വരുമ്പോൾ പറയട്ടാ, വന്നോ വേണമെങ്കിൽ വ്ളോഗൊക്കെ എടുത്തു തന്നോ. പിന്നില്ലേ ഇമെയിൽ ഐ ഡി അതിൽ കൊടുത്തേക്കണമെന്ന് കാണൂലല്ലോ. ഇമെയിൽ എൻ്റെ കിടക്കണം, ആ പേരൊക്കെ മാറ്റി, DP ഇട്ടിട്ടില്ല. ന്യൂ അക്കൗണ്ടിൽ അല്ലുണ്ട് എന്ത് പേര്? ഞാൻ ആ വിഷയം അവിടെ വിട്ടായിരുന്നു. അവൾ എൻ്റെ അടുത്ത് കൊച്ചി വരുമ്പം വാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. എന്നിട്ട് അവളാണ് പിന്നെ എടുത്തിടുന്നത് അവൻ്റെ ഇത് അക്കൗണ്ട് അയച്ച ഇമെയിൽ ഐ ഡി അവന് കാണാൻ പറ്റുമോ, ഞാനത് മനസ്സിലാവോ, ഇതാണെന്നൊക്കെ. എന്നിട്ട് അവൾ പറഞ്ഞു പൊന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതായത് ലല്ലുവിന് അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സ്നാപ്പിൽ റിപ്ലൈ വന്നാൽ പറയാമെന്ന്. ഞാൻ ഡണ്ണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവൾ മെസ്സേജ് അയച്ചു, റിപ്ലൈ തന്നു, പിന്നെ എന്നെ ആഡ് ആക്കി, സ്ക്രീൻഷോട്ട് എടുത്ത സ്നാപ്പിൽ കാണുമെന്ന്. അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. പെട്ടെന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ നട്ടാ, പിന്നെ ഞാൻ ഓർത്ത സ്നാപ്പിൽ സ്ക്രീൻഷോട്ട് വരൂലേ. അയ്യോ, ഒന്നും അറിയാത്തൊരു വ്യക്തി. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ സഫ നീ ഇതൊന്നും ചെയ്തത്, നിന്റെ ഇഷ്ടപ്രകാരം നിനക്കത് ട്രൈ ചെയ്യണം. അവർ റിപ്ലൈ ഒന്ന് ട്രൈ ചെയ്യണമായിരുന്നു, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് നീ മെസ്സേജ് അയച്ച് നോക്കി. ഇനി എന്നാലും സഫ ഈ ഉപദേശവും രണ്ടും കൂടെ ഒരുമിച്ച് കാര്യം ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു. എടി നീ സങ്കടപ്പെടേണ്ട, നീ ഓക്കെ ആയിട്ടിരിക്കുക, ഇതൊന്നും പബ്ലിക്കിലോട്ട് ഇടണ്ട, ഇതൊക്കെ കണ്ട് ചിരിക്കാൻ കുറേ ആൾക്കാരുണ്ടെന്ന് പറയുന്ന ഇതേ സഫ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വന്ന് ഇപ്പം പുറത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഫസ്മിനോട് ഇങ്ങനൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മിസ്രിയേൻ്റെ അടുത്ത് എടി നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചേക്കുന്ന ഇതേ സഫ തന്നെ അന്ന് മിസ്രിയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ സഫ കണ്ണാടി നോക്കി പറയേണ്ടുന്ന പോലത്തെ ഒരു പരിപാടിയായിട്ടാണ്. അതായത്
സഫയ്ക്കുള്ള മറുപടി സഫ തന്നെ ഓൾറെഡി അന്ന് മിസ്രയ്ക്ക് കൊടുത്തേക്കുന്ന ചാറ്റിനകത്തുള്ള സാധനങ്ങൾ എടുത്ത് വായിച്ച് നോക്കിയാൽ മതി. അതാണ് ഇതിൻ്റെ ഒരു പരിപാടി. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ സഹായിക്കാൻ സങ്കടത്തിൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ട് എടി പിന്നെ അവൻ്റെ സ്നാപ്പ് ഐ ഡി ഏതായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ഒന്നൊന്ന് അയച്ചു നോക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവസാനം സഫയുടെ ലവർ ലല്ലുമ്പി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് CCTV വെച്ച് അങ്ങനെ തമ്പോ കാര്യങ്ങളായിട്ട് ആ ലെവലിലോട്ട് മാറി. എന്നാൽ ആദ്യം പറഞ്ഞത് ഇതൊക്കെ റൂമേഴ്സ് ആണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് മെഹനാസ് ഇതിനകത്ത് രംഗപ്രവേശനം ചെയ്യുന്നുണ്ട് ഈ യൂണിവേഴ്സിൽ വീണ്ടും. അപ്പം മെഹനാസ് ഇവിടെ പോയിന്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് മെഹനാസിൻ്റെ ഒരു വോയിസ് ഒക്കെ ഇതിന് ശേഷം ഫസ്മിനേക്ക് അയച്ചിട്ടുള്ളതാണ്. ഇപ്പോഴെ കാര്യങ്ങളെല്ലാം അറിയണത് നീ നിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ ഇവിടെ കൊണ്ട് വേറെ ആർക്കും മെസ്സേജ് അയപ്പിക്കല്ലട്ടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല ഒരു കാര്യം കേട്ടിട്ട് ഇങ്ങനെ വേറെ ആളെ വെറുതെ നമ്മൾ പോയി ഇങ്ങനെ ഇത്രയും തെറി പറഞ്ഞിട്ടൊക്കെ മെസ്സേജിൻ്റെ അമ്മോ ഞാൻ ആകെ ഷോക്കായി പോയി. ഇപ്പോൾ അത് കാണുന്നത് നീ ഇങ്ങനത്തെ മെസ്സേജ് അയക്കാനാണെങ്കിൽ നീ ഇവർക്ക് മെസ്സേജ് അയക്കല്ല കേട്ടോ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഈ കാര്യം കണ്ടിട്ടമ്മ ഞാൻ ഷോക്കായി പോയി. കാരണം എന്താ പറയുക, ഞാൻ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ചില സമയം നീ അറിഞ്ഞിട്ടുണ്ടാവും. ഇതുവരെ എന്നെയും ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ അറിയാണ്ട് സത്യാവസ്ഥ അറിയാണ്ടെന്ന് ഒരുപാട് മെസ്സേജ് കാര്യങ്ങളും ഐ മീൻ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. പേഴ്സണലി ആരും ഇതുവരെ നേരത്തെ എന്നോട് ആൾക്കാർ നല്ല ഈലാന്ന് സംസാരിച്ചില്ല. കാരണം അവർക്കറിയാം, അറിയുന്നവരെ എന്നോട് നല്ല ഭംഗിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ലൈഫിൽ ഒരാൾ പറയുന്നത് കേട്ടിട്ട് കുറ്റപ്പെടുത്താനോ അവരോട് ചീത്ത പറയാനോ ഞാൻ പോയിട്ടില്ല. എൻ്റെ ഓളി ഞാൻ അതിനെ അനുവദിക്കുകയും ചെയ്യില്ല. ഓളെ അനുവദിക്കാണ്ടിരുന്നിട്ട് എന്തായി, ഓളിപ്പോൾ ഓനെ കൊണ്ട് പോയില്ലേ. അപ്പം മെഹനാസ് ഇതിൽ പറയുന്നത് നമ്മൾ അറിയാത്ത ഒരാളെ ജഡ്ജ് ചെയ്യില്ല. ബിക്കോസ് ഞാൻ ആ ടൈമിൽ ലല്ലുവിനെ പറ്റി പറഞ്ഞിട്ട് കുറേ പ്രൂഫും കാണിച്ച് വീഡിയോ ഇടുമായിരുന്നു. എന്നിട്ട് മെഹനാസ് പറഞ്ഞത് എന്താ ആ പുള്ളി അനുഭവിച്ച അങ്ങനത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് പുള്ളി ഏകദേശം ലല്ലുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. ആൻഡ് ഈവൻ ഞാൻ പറഞ്ഞിട്ട് പോലും അല്ല സഫ അവന് കയറി മെസ്സേജ് ചെയ്തത്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് അതല്ലടി, ഞാൻ എല്ലാ വീഡിയോയിലും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ലല്ലുമ്പി എപ്പിട്രാ. കാര്യം ഓൾറെഡി ലല്ലുമ്പിനെ പറ്റിയുള്ള എല്ലാവിധ കാര്യങ്ങളും സഫയ്ക്ക് അറിയാം, A to Z കാര്യങ്ങൾ സഫയ്ക്ക് അറിയാം. എന്നിട്ടും സ്നാപ്ചാറ്റ് വഴി ഇങ്ങനെയുള്ള ഒരുത്തനാണെന്ന് അറിഞ്ഞിട്ട് പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുമ്പ് ഇതുപോലെ മിസ്രിയെ ഇതുപോലെ തന്നെ ആയിരുന്നു ഇത്തരത്തിൽ സഫ ഈ പറയുന്ന ഇവരുടെ ഇടയിലോട്ട് ലല്ലുമ്പിയുടെ ഫസ്മിനയുടെ ഇടയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ലല്ലുമ്പി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സമയത്ത് പോലും ഈ പറയുന്ന പോലെ ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുത്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അന്ന് ഈ പറഞ്ഞ മിസ്രിയേയും ചങ്കേ പൊന്നേ കർലയെന്ന് പറഞ്ഞു ഇന്നേക്കുന്ന ഇതേ മിസ്രിയെ പിന്നീട് മിസ്രിയെ തന്നെ ഫസ്മിനെ വിളിച്ച് സംസാരിച്ചു തരാം. അന്ന് തന്നെ ഫസ്മിനെ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. അതായത് മിസ്രിയേനെ ലല്ലുമ്പിയാക്കി വിട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കാര്യം തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞ ലല്ലുമ്പി കിടിലം അടിപൊളി പൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഫയ്ക്ക് ഇനി നാളുകളിൽ അതേ അവസ്ഥ തന്നെ ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഓക്കെ, എന്താണെങ്കിലും ഇതിന് ശേഷം ഫസ്മിന വേറെ കുറച്ചധികം കാര്യങ്ങളോട് ഇനി പുറത്തോട്ട് എക്സ്പോസ് ചെയ്യും എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ലല്ലുമ്പിയുടെയും പറയുന്ന സഫയുടെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ആദ്യം തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. ഇതൊരു ഒളിച്ച് ഓട്ടത്തിൻ്റെ കഥയല്ല, ഒളിച്ച് എത്തിയതിൻ്റെ കഥയാണ്. അത് നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. എന്നാണെങ്കിലും ഈ ഒരു യൂണിവേഴ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ബൈ.